بسم الله الرحمن الرحيم وترى كل أمة جاثية كل أمة تدعى إلى كتابها اليوم تجزون ما كنتم تعملون هذا كتابنا ينطق عليكم بالحق إنا كنا نستنسخ ما كنتم تعملون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മേൽ അവൻ്റെ അനുഗ്രഹം സദാ വർഷിക്കുമാറാവട്ടെ. സൂറത്തുൽ ജാസിയയിലെ 28, 29 സൂക്തങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. 28-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നു, വതറ താങ്കൾക്ക് കാണാം, കുല്ല എല്ലാ ഉമ്മത്തിൻ സമുദായത്തെയും, ജാസിയത്തൻ മുട്ടുകുത്തിയ നിലയിൽ, കുല്ലു എല്ലാ ഉമ്മത്തിൻ സമുദായവും, തുദ്അ അത് വിളിക്കപ്പെടുന്നു, ഇലാ കിതാബിഹ അതിൻ്റെ ഗ്രന്ഥത്തിലേക്ക്, അല്യവും ഇന്ന്, തുജ്സൗന നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടും, മാ കുൻതും തഅമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്. 29-ാം സൂക്തത്തിൽ അള്ളാഹു പറയുന്നത്, ഹാദാ ഇത്, കിതാബുന നമ്മുടെ ഗ്രന്ഥമാണ്, യൻതിഖു അലൈക്കും അത് നിങ്ങളോട് സംസാരിക്കുന്നു, ബിൽ ഹക്ക് സത്യസന്ധമായി യഥാവിധം, ഇന്നാ കുന്നാ നിശ്ചയം നാം ആയിരുന്നു, നസ്തൻസിഹു പകർത്തിയെടുക്കുന്നുണ്ടായിരുന്നു, മാ കുൻതും തഅമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ലോകത്തെ അഹങ്കാരത്തോടെ അടക്കി ഭരിച്ച, തൻ്റെ കീഴിലുള്ളവരോട് ഏറ്റവും ക്രൂരമായി പെരുമാറിയ, അഹന്തയുടെ മനുഷ്യരൂപം പൂണ്ട കുറേ ഭരണാധികാരികളും നാട്ടുപ്രമാണിമാരും ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാം അവശരായി, വിവശരായി, പരവശരായി മുട്ടുകുത്തി വീഴുന്ന അതിഭീകരമായ, ഭീതിജനകമായ, ഭീഭത്സമായ വിചാരണ വൻസഭയെക്കുറിച്ചാണ് 28-ാം സൂക്തത്തിൽ അള്ളാഹു പറയുന്നത്. എല്ലാ ഉമ്മത്തും, എല്ലാ സമുദായവും ജാസിയത്തൻ മുട്ടുകുത്തിയ അവസ്ഥയിലാണ് ഉണ്ടാവുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂക്തത്തിൽ പരാമർശിക്കുന്നത്. പേടി കാരണം, ഭയം കാരണം വിചാരണാ വൻസഭയിൽ മുട്ടുകുത്തിപ്പോകും. വല്ലാത്ത അവസ്ഥയിൽ അവരങ്ങനെ ആവുകയാണ്. ജുസുവ് എന്ന വാക്കിൻ്റെ ക്രിയാരൂപമാണ് ജസ എന്നത്. അതിൽ നിന്നാണ് ജാസിയ ഉണ്ടായത്. മുട്ടിലിരിക്കുന്നത്, മുട്ടിലിഴയുന്നത് എന്നെല്ലാം ഇതിനർത്ഥമുണ്ട്. മുമ്പ് രാജാവിൻ്റെ മുന്നിൽ പ്രജകൾ, നേതാക്കന്മാർക്ക് മുന്നിൽ അണികൾ, നാട്ടുപ്രമാണിമാർക്ക് മുന്നിൽ സാധാരണക്കാർ, ഉടമകൾക്ക് മുന്നിൽ അടിമകൾ എല്ലാം മുട്ടുകുത്തുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ദൈവത്തോട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന രീതി സ്വീകരിക്കുന്നവരെ നമുക്ക് ഇന്നും കാണാം. അവശതയുടെയും താഴ്മയുടെയും കീഴൊതുങ്ങലിൻ്റെയും അടിയറവ് പറയുന്നതിൻ്റെയും അടയാളമാണ് മുട്ടുകുത്തൽ. ഇവിടെ എല്ലാ ഉമ്മത്തിനെയും ജാസിയത്തൻ മുട്ടുകുത്തിയ അവസ്ഥയിലാണ് കാണുക എന്നാണ് ഖുർആൻ പറയുന്നത്. അന്ത്യനാളിലെ വിചാരണാ സഭയിലെ ഭയവിഹ്വലമായ അവസ്ഥ, ഭീതിതമായ സാഹചര്യം അവിടെ എല്ലാവരും മുട്ടുകുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. അള്ളാഹു ആകുന്ന ഏകനായ ജഡ്ജിയുടെ മുന്നിൽ വിധി കാത്ത് മുട്ടുകുത്തിയ അവസ്ഥയിലുണ്ടാകും. കുല്ലു ഉമ്മത്തിൻ തുദ്അ ഇലാ കിതാബിഹ എല്ലാ ജനതയും അവരുടെ ഗ്രന്ഥത്തിലേക്ക് ക്ഷണിക്കപ്പെടും. അവർ ചെയ്ത പ്രവർത്തനങ്ങൾ കാണിക്കും, എഴുതിയത് കാണിക്കും. പേന കൊണ്ട് കടലാസിൽ എഴുതി ഗ്രന്ഥമാക്കുക മാത്രമല്ല ലിഖിത രൂപത്തിലാക്കാനുള്ള ഏക വഴി. അത് രേഖയായി സൂക്ഷിക്കാൻ പല വഴികളിൽ ഒരു വഴി മാത്രമാണ്. മാനുഷിക ശബ്ദങ്ങളും കർമ്മങ്ങളും സൂക്ഷിച്ചു വെക്കാനും അത് പുനരാവിഷ്കരിക്കാനും മനുഷ്യൻ തന്നെ പലവിധ മാർഗങ്ങളും ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏറെ സാധ്യതകൾ ഇനിയും ബാക്കിയുണ്ട്. മനുഷ്യൻ്റെ ഓരോ വാക്കും അടക്കവും അനക്കവും അവൻ്റെ പ്രവൃത്തിയുടെ പിന്നിലെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും വിചാരങ്ങളും പരസ്യമായി അല്ലെങ്കിൽ രഹസ്യമായി ആരെയെല്ലാം മറച്ച് അല്ലെങ്കിൽ കാണിച്ച് ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം ചെയ്യാതിരുന്നു,
എല്ലാം ഉൾക്കൊള്ളുന്ന കർമ്മരേഖയെയാണ് ഇവിടെ കിതാബ് എന്ന് പറയുന്നത്. ആളുകൾക്ക് മുന്നിൽ അത് അവതരിപ്പിക്കും. സൂറത്തുൽ മുത്തഫിഫീനിൽ കിതാബ് മർക്കൂം എന്ന് പറഞ്ഞിട്ടുണ്ട്. റക്കം എന്നാൽ നമ്പർ, ഡിജിറ്റ് എന്നാണ് അർത്ഥം. ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കുമ്പോൾ വലിയ ഡാറ്റാ ശേഖരം തന്നെ കുറച്ച് സ്പേസിൽ സൂക്ഷിക്കാൻ കഴിയും. മുമ്പ് കാസറ്റുകളിൽ, പിന്നീട് CD-കളിൽ, പെൻഡ്രൈവുകളിൽ, മെമ്മറി കാർഡുകളിൽ, ഇന്ന് ഇൻറ്റേർണൽ മെമ്മറി ഉൾപ്പെടെ, ഡിസ്കുകൾ ഉൾപ്പെടെ പല വഴികളിലാണ് ഡിജിറ്റലൈസ്ഡായി ഓരോന്ന് സൂക്ഷിക്കുന്നത്. ചെറിയ സ്പേസിൽ ധാരാളം കണ്ടൻറ്റ് ഉൾക്കൊള്ളാൻ പറ്റും എന്നതാണ് അതിൻ്റെ പ്രത്യേകത. മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കുന്ന കിതാബാണ് ഈ കിതാബ്. അതാണ് പരലോകത്തുണ്ടാവുക. യു ആർ അണ്ടർ CCTV സർവൈലൻസ് എന്ന് എഴുതി കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ CCTVയുടെ സർവൈലൻസിനാണ്, മേൽനോട്ടത്തിലാണ്. അതിൻ്റെ മെമ്മറിക്ക് കേടുവരാം, ക്യാമറ കേടുവരാം, അതിൻ്റെ പരിധിയിൽ വരുന്നത് മാത്രമേ അത് കാണിക്കൂ. പക്ഷേ റബ്ബിൻ്റെ മേൽനോട്ടം എപ്പോഴുമുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാഹു വ റാബിഉഹും, നിങ്ങളിൽ 3 പേർ സംസാരിക്കുമ്പോൾ നാലാമനായി അള്ളാഹുവുണ്ട്. വലാ ഹംസത്തിൻ ഇല്ലാഹു വ സാദിസുഹും, നിങ്ങൾ 5 പേർ രഹസ്യ ഭാഷണം നടത്തുമ്പോൾ 6ാമത് അള്ളാഹുവുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നേരിട്ട് എല്ലാം കാണുന്നു എന്നാണ് ഈ സൂക്തത്തിൽ പറയുന്നത്. അതോടൊപ്പം മലക്കുകൾ വളരെ കൃത്യമായി മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ എഴുതി വെക്കുന്നുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, സൂറത്തു ഖാഫിലെ 18ാമത്തെ സൂക്തത്തിൽ. തയ്യാറായ സുസജ്ജനായ സൂക്ഷ്മ നിരീക്ഷകനില്ലാതെ ഒരു വാക്കും ആരും ഉച്ചരിക്കുന്നില്ല. ഇതോടൊപ്പം ഭൂമിയുടെ സാക്ഷ്യമുണ്ട്. യൗമഇൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമി അന്നതിൻ്റെ വർത്തമാനങ്ങൾ പറയും. ബി അന്ന റബ്ബക വഹാലഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വഹി നൽകിയിരിക്കുന്നു. ഇതിനു പുറമെ മനുഷ്യൻ്റെ അവയവങ്ങളുടെ സാക്ഷ്യമുണ്ട്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുന ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, അന്ന് നാം അവരുടെ വായകൾക്ക് സീൽ വെക്കും, കൈകൾ സംസാരിക്കും, കാലുകൾ അവർ ചെയ്തു കൂട്ടിയതിനെക്കുറിച്ച് സാക്ഷി പറയും എന്ന് സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. കുറ്റവാളികൾ മഹ്ശറിൽ വെച്ച് തങ്ങളുടെ കുറ്റം നിഷേധിക്കും. പക്ഷേ അല്ലാഹു അവരുടെ വായ സീല് വെച്ച് അവരുടെ അവയവങ്ങളെ അവർക്കെതിരെ സാക്ഷി പറയാൻ നിശ്ചയിക്കുകയാണ് ചെയ്യുക. കൈകാലുകളെക്കുറിച്ച് മാത്രമാണ് സൂറത്ത് യാസീനിൽ പറഞ്ഞതെങ്കിൽ മനുഷ്യൻ്റെ ചർമ്മം പോലും, അവൻ്റെ തൊലികൾ പോലും അവനെതിരെ സംസാരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ വേറൊരിടത്ത് പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ അവയവങ്ങൾ അവൻ്റെ എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷികളാണ്. അവയവങ്ങളെ മറച്ച് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. എന്നിരിക്കെ അവൻ്റെ കൈകാലുകളും അവൻ്റെ ചർമ്മങ്ങളുമെല്ലാം അവനെതിരെ സാക്ഷി പറയും എന്നാണ് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. ചർമ്മം സാക്ഷി പറയുമ്പോൾ ചോദിക്കുന്നുണ്ട് മനുഷ്യൻ, എന്തിന് എനിക്കെതിരെ സാക്ഷി പറഞ്ഞു? അൻതഖനല്ലാ അല്ലദീ അൻതഖ കുല്ല ഷൈഇൻ, എല്ലാറ്റിനെയും സംസാരിപ്പിച്ച അള്ളാഹു തന്നെ ഞങ്ങളെയും സംസാരിപ്പിച്ചു എന്നാണ് അന്ന് ചർമ്മങ്ങൾ നൽകുന്ന മറുപടി. യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനെക്കുറിച്ച് അവരുടെ നാവുകളും കൈകളും കാലുകളും സാക്ഷി പറയുന്ന ദിവസം എന്നും ഖുർആൻ പരലോക വിചാരണ സഭയെക്കുറിച്ച് പറയുന്നുണ്ട്. അഥവാ ഇതൊരു ആലങ്കാരിക പ്രയോഗമല്ല. മഹ്ശറിൽ വെച്ച് അവയവങ്ങൾ സാക്ഷി പറയും എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് ഉപമയല്ല, അലങ്കാരമല്ല എന്ന് കൃത്യമായി ഖുർആൻ പലയിടങ്ങളിലായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം മനുഷ്യരുടെ എല്ലാ കർമ്മങ്ങളും, സമയം, സന്ദർഭം, ലക്ഷ്യം എല്ലാം കൃത്യമായി എഴുതിയ ഈ ഗ്രന്ഥം, ഈ സൂക്തത്തിൽ പറഞ്ഞ ഗ്രന്ഥം മുന്നിൽ വെക്കും. അതിലെല്ലാം ഉണ്ട്. ചെറുതുണ്ട്, വലുതുണ്ട്, ഒറ്റക്ക് ചെയ്തതുണ്ട്, രഹസ്യമായി ചെയ്തതുണ്ട്, കൂട്ടത്തിൽ ചെയ്തതുണ്ട്, പരസ്യമായി ചെയ്തതുണ്ട്. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ, എന്തൊരു ഗ്രന്ഥമാണിത്! എല്ലാ ചെറുതിനെയും വലുതിനെയും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് ആ ഗ്രന്ഥം കയ്യിൽ കിട്ടുമ്പോൾ വിലപിക്കേണ്ട അവസ്ഥ വരുന്ന ആളുകളെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആ ഗ്രന്ഥത്തിൽ എഴുതുന്നതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരാമർശിക്കുന്നത്. ഓരോരുത്തരുടെയും ചെയ്തികൾ, കർമ്മങ്ങൾ അളവോളമുള്ളത് പോലും തെറ്റാതെ അറിയുന്നവനാണ് അല്ലാഹു. ആ അറിവ് ഗ്രന്ഥത്തിലാക്കി മനുഷ്യൻ്റെ മുന്നിൽ കാണിച്ചു കൊടുത്ത് അവിടെ വെച്ച് അവനെ ബോധ്യപ്പെടുത്തി, ഇഖ്റ കിതാബക കഫാ ബി നഫ്സിക യൗമ അലൈക ഹസീബ, നീ നിൻ്റെ ഗ്രന്ഥം വായിക്ക്, നീ തന്നെ മതി നിൻ്റെ കണക്ക് നോക്കാൻ എന്ന് പറഞ്ഞ് അവൻ്റെ മുന്നിൽ വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പരലോകത്ത് വിചാരണ ഉണ്ടാവുക. അതാണ് അള്ളാഹു പറയുന്നത്, ഹാദാ കിതാബുന
യൻതിഖു അലൈക്കും ബിൽ ഹഖ് ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ എന്ന് യഥാവിധം എഴുതി വെക്കുന്ന ആ ഗ്രന്ഥത്തിൽ നന്മകളുടെ എഴുത്ത് വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് നാം നന്മകൾ പ്രവർത്തിക്കുന്നതിലൂടെയാണ്. നന്മകൾ വർദ്ധിപ്പിച്ച് വലതു കൈയിൽ ഗ്രന്ഥം കിട്ടുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ കഴിയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ സഹായിക്കുമാറാവട്ടെ.